ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ അമേരിക്കയിലെ ഒർലാൻഡോയിലുള്ള ഒരു യൂണിവേഴ്സൽ സ്പ്രിംഗ് എന്ന സ്ഥലത്തു നിന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരു ബോട്ടിങ്ങിന് വന്നതാണ്. ഈ ബോട്ടിങ് ആക്ച്വലി ഫ്രീ ആയിട്ടുള്ള സർവീസാണ്. ഒർലാൻഡോയിലെ അടുത്തുള്ള യൂണിവേഴ്സൽ സ്പ്രിംഗ് എന്ന ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോട്ടിങ് സൗജന്യമായിട്ട് ലഭിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ബോട്ടേ കയറി ഇവിടെയുള്ള ഈ ഒരു നദിയിൽ കൂടി ഒർലാൻഡോയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒർലാൻഡോയുടെ ഏകദേശം യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും യൂണിവേഴ്സൽ സ്പ്രിങ്ങും എന്നുള്ള ഈ ഏരിയയിൽ കൂടിയുള്ള ഒരു വലിയ നദിയാണിത്. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ബോട്ടേ കയറി ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി തിരിച്ചിവിടെ നമുക്ക് വരാം. അല്ലെങ്കിൽ നമുക്കിവിടെ കേബിൾ റൈഡിംഗ് ഉണ്ട്. കേബിളിൻ്റെ കൂടെയുള്ള ചെറിയ ഉള്ള റൈഡിങ്ങും ഫ്രീ ആണ്, അവത്തേലും പോകാം. പിന്നെ ബസ്സുണ്ട്, ബസ് സർവീസും ഫ്രീ ആണ്. അപ്പം ഞങ്ങളെന്നാൽ ഇന്നിവിടെ ഫ്രീ ആയിട്ടുള്ള സർവീസ് ആണല്ലോ എന്ന് മാത്രം കരുതി ഇവിടെ വന്നു. ഇവിടെ ഇപ്പോൾ ക്യൂ നിൽക്കുവാണ്. ഇങ്ങനെ പല പല ബോട്ടുകൾ ഇങ്ങനെ പോകുന്നു വരുന്നു. ആൾക്കാരെ എടുക്കുന്നു, അവിടെ കൊണ്ടുപോയി ബോട്ട് കെട്ടിലാക്കുന്നു, ഇതിലൂടെ എല്ലാം ചുറ്റി സഞ്ചരിക്കുന്നു, തിരിച്ച് അവരിവിടെ കൊണ്ടുപോയി വിടും നമ്മളെ. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ബസ്സിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് കേബിൾ റൈഡിൽ കയറി പോവാം. ഇതെല്ലാം സൗജന്യമായിട്ടാണ് ഇവിടെ അവർ ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ക്യൂവിലാണ്. കുറേ ആൾക്കാർ ഒരു ബോട്ടിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാർ ഇപ്പം പോവും. അവരെ കൊണ്ടുപോയിട്ട് എല്ലായിടത്തും കാണിച്ചിറക്കിയതിന് ശേഷം അടുത്ത ബോട്ട് പിന്നെയും വരും. അപ്പം അതിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് നമ്മുടെ ടേണായി 2 ബോട്ട് അവിടെ ഉണ്ട്. ഒരു ബോട്ട് അപ്പുറയുണ്ട്, ഒരു ബോട്ട് ഇപ്പുറയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലിട്ട് നമ്മൾ കയറുവാണ്. നമ്മൾ ആ ബോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പോയി, നമ്മളെ കയറ്റിയില്ല. കാരണം പിന്നെയും ക്യൂ നിന്നു, ആൾ നിറഞ്ഞു പോയി. അപ്പോൾ അടുത്ത ബോട്ടിന് വേണ്ടി നമ്മൾ വീണ്ടും അവിടെ നിൽക്കുവാണ്. അങ്ങനെ ആ ബോട്ട് പോയി, നമ്മൾ വീണ്ടും ഇവിടെ തന്നെ നിൽക്കുവാണ്. ഹോപ്പ്ഫുള്ളി അടുത്ത ബോട്ടിന് നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. ഫ്രീ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ക്യൂ ആണ്. പിന്നെ ചില സമയത്ത് അത്രയ്ക്കും വലിയ ആൾത്തിരക്കൊന്നുമില്ല. പക്ഷേ എവരി 2 മിനിറ്റ് കൂടിക്കുമ്പോൾ ഈ ബോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്കത്ര ഇതായിട്ട് തോന്നത്തില്ല, ഒത്തിരി ക്യൂ ആയിട്ട് തോന്നത്തില്ല. ഇതിൽ കൂടെ ബോട്ടിൽ പോകുമ്പം കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും ഒക്കെ ഉള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട് ആ ബോട്ട് പതുക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ വേറൊരു ബോട്ട് ജെട്ടിയിലെടുത്തു. ആ ബോട്ട് കണ്ടു. 2 സ്ഥലത്തും വനപ്രദേശം പോലാണ് ഇരിക്കുന്നത്, കാടാണ്. അതിൻ്റെ ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ട്രീ ഹൗസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇതാണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, അതൊരു ട്രീ ഹൗസാണ്. ഇത് മുഴുവൻ കാടാണ്. കാടിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഹോട്ടൽ അവരിതുപോലെ ട്രീ ഹൗസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ. 2 സൈഡിലും വനപ്രദേശത്തിൻ്റെ നമ്മുടെ കുമരകത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ബോട്ട് മന്ദം നീങ്ങി തുടങ്ങി. 2 സൈഡുകളിൽ ഇതുപോലുള്ള വീടുകളും ഹോട്ടലിലെ ട്രീ ഹൗസുകളും കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ. പക്ഷേ
ആരും അതൊന്നും ബോധറല്ല. ഇവിടെയൊക്കെ അവർ ചെറിയ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല പബ്ലിക്കിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കിയിടും. അങ്ങനെ ബോട്ടുകൾ അപ്പുറം ഇപ്പുറയും ചീറിപ്പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൈഡിലായിട്ട് കുറേ വലിയ വലിയ ഹോട്ടലുകളും അതുപോലെ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാർക്ക് താമസിക്കുന്ന വലിയ വലിയ ഹോട്ടലുകളും എല്ലാം ഉണ്ട്. വീണ്ടും ഒരു കാട്ടിലോട്ട് കയറി അതിൻ്റെ അപ്പുറം ഇപ്പുറയായിട്ട് ഇതുപോലെ ട്രീ ഹൗസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഫുഡിന് ചിലവ് മാത്രമേ വരത്തുള്ളൂ. ഡ്രിങ്ക്സും ഫുഡും ഒക്കെ കഴിച്ചാൽ മതി. അല്ലാത്ത ഇങ്ങനെയുള്ള റൈഡും ഇതുപോലുള്ള പരിപാടിയെല്ലാം ഈ യൂണിവേഴ്സൽ സ്പ്രിങ്ങിൽ ഫ്രീ ആണ്. എൻ്റെ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഈ കേബിൾ റൈഡിനെ പറ്റി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം. നല്ല ബ്യൂട്ടിയാണ് ഇവിടുത്തെ ഈ ഏരിയയൊക്കെ കാണാനും ഈ നദി കാണാനും ഒക്കെ. ഇവിടെയെങ്ങും നമ്മുടെ നാട്ടിലെ പോലെ ഒരു പോളയോ അങ്ങനെയുള്ള ചെറിയ ചെടികളൊന്നും ഈ തോട്ടിലില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിറച്ചും പോളയായിരിക്കും. ഇവിടെ ഒറ്റ പോളയില്ല. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. വലിയൊരു കാടാണ് ഇതിൻ്റെ ചുറ്റിനും. അങ്ങനെ നമ്മുടെ കപ്പിത്താൻ അടിച്ചു പറന്ന് ബോട്ടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലാം സൂട്ടും കോട്ടും ഇട്ട് വലിയ പൈലറ്റുമാനെ പോലെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ബോട്ടയിലാണെങ്കിൽ ഒരു ലുങ്കി കൊടുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതുകൊണ്ട് പുള്ളിയുടെ ഇരിക്കുന്ന തൊപ്പിയൊക്കെ വെച്ച് ഹാറ്റും ഒക്കെ വെച്ച് കണ്ണാടി കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പൈലറ്റിനെ പോലുണ്ട്. ചെറിയൊരു ബോട്ട് ഓടിക്കുന്ന ആൾ. നാട്ടിലാണെങ്കിൽ ദിനേശ് പീടിയും വലിച്ച് മുണ്ട് കൊടുത്തിരിക്കും. അതാ ഒരു കാറ് പോലത്തെ ബോട്ട് പോകുന്നു. സ്പീഡ് ലോഞ്ച് കാറ് പോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ ജെട്ടി എടുക്കാറായി. നമ്മളെ ജെട്ടിയിൽ കൊണ്ടുപോയി ഇപ്പോൾ വിടും. ഇവിടെ നമ്മൾ കേബിൾ കാറെ കയറും. അത് ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ച് നമ്മൾ വരും. ഇതൊക്കെയാണ് ഈ ബോട്ടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. See you next video.